പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ടോൾ കൊടുക്കാതെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. പുതിയതായിട്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു മിനി ബൈപ്പാസ് ആണ്. അതിൽ 10 കോടിയിൽ കൂടുതൽ നിർമ്മാണ ചെലവുള്ള പാലങ്ങൾക്ക് മാത്രം ടോൾ പിരിച്ചാൽ മതി എന്നാണ് ഗവൺമെന്റ് നയം. പക്ഷേ മിനി ബൈപ്പാസിലെ പാലത്തെ സംബന്ധിച്ച് 6.2 കോടി രൂപയാണ് അതിന്റെ നിർമ്മാണ ചെലവ്. 2 കോടി രൂപ ലാൻഡ് അക്വിസിഷൻ ഉൾപ്പെടെ 8 കോടി രൂപയാണ് അതിന്റെ ചെലവ്. അവിടെയും നിർബാധം പിരിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് ടോൾ ആക്ട് ഉണ്ട്. ടോൾ ആക്ട് പാസ്സാക്കിയേക്കുന്നത് നിയമസഭയാണ്. ആ ടോൾ ആക്ടിന്റെ അകത്ത് നിന്നാണ് നമ്മുടെ നാട്ടിൽ തൃപ്പൂണിത്തുറയ്ക്കായ ഒരു പ്രത്യേക ടോൾ ആക്ട് ഇല്ല, ജില്ലയ്ക്കില്ല. സംസ്ഥാനത്തെ ആകെ വ്യാപകമായി ടോൾ ആക്ടിന്റെ പരിധിക്കകത്ത് വരുന്നുണ്ട്. ഇപ്പൊ മിനി ബൈപ്പാസ് അത് നബാർഡ് ലോണാണ് 11.5 കോടി രൂപ. ആ മിനി ബൈപ്പാസിനെ കുറിച്ചൊരു സങ്കല്പം നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ അതില്ലായിരുന്നുവെങ്കിലാ. കാരണം അത്രയേറെ പ്രയാസമുള്ള ഒരു ജംഗ്ഷനായി മാറിയതിന് ഈ സ്റ്റാച്യു ജംഗ്ഷൻ ഇത്രയേറെ ലക്ഷക്കണക്കിന് വണ്ടികൾ ഇതിൽ കൂടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ തിങ്ങി വിങ്ങുമായിരുന്നു. മിനി ബൈപ്പാസ് വന്നതുകൊണ്ട് അതിന് പറഞ്ഞു 4 കോടി രൂപ ഈ പാലം നിർമ്മാണ സമയത്ത് നമ്മുടെ ടോൾ ആക്ടിൽ 4 കോടി വരെയുള്ളതിനാണ് എക്സംഷൻ ഉണ്ടായിരുന്നത്. ഇതിന് 6.5 കോടി രൂപ ആയിട്ടുണ്ട്. 6.5 കോടി രൂപ പിരിയുന്നത് വരെ അതിൽ പിരിക്കുക. അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ചാണ് ആ പാലം പണിതിരിക്കുന്നത്. ഇപ്പൊ പണിയുന്ന പാലങ്ങൾ 10 കോടി മുതൽ മുടക്കുണ്ടെങ്കിൽ ടോൾ കൊടുക്കണ്ട, അതിന് മീതെയാണെങ്കിൽ ടോൾ. ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ നിയമങ്ങളാണ്. അപ്പൊ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിട്ട് ജനങ്ങളുടെ മേൽ പണം അടയ്ക്കുന്നതിന്റെ ഭാരം, ധനവിനിയോഗത്തിന്റെ ഭാരം ജനങ്ങളുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ കണ്ടെത്തി ജനങ്ങളെ സഹായിക്കാനാണ് വേണ്ടത്. എന്താണ് ചെയ്യാൻ കഴിയുക? തൃപ്പൂണിത്തുറക്കാർ ഇപ്പോൾ നേരിടുന്ന ഈ ദുരവസ്ഥയെ എങ്ങനെ മറികടക്കാൻ കഴിയും? അന്യായമായ പിരിവുണ്ടെങ്കിൽ, അന്യായമാണെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിനു വേണ്ടി വാദിക്കലാണോ നമ്മുടെ പണി? മാറ്റുവിൻ ചട്ടങ്ങളെ എന്നല്ലേ നമ്മൾ കേട്ടു വളർന്നത്? അന്യായമായ ജനവിരുദ്ധമായ നിയമങ്ങൾ മാറ്റണം. ഈ അന്യായമായ ടോൾ പിരിവ് കൊള്ള നിൽക്കണം. അതല്ലേ ആവശ്യമുള്ളൂ. MLA ആയിട്ടൊരു അവസരം ടോളൊക്കെ മാറുന്നത് കാണിച്ചു തരാം.